നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് മക്കളെ, നവജാത ശിശുക്കളെ പ്രസവിച്ച് അവ രണ്ടിനെയും അതിക്രൂരമായി കൊന്ന ഒരമ്മ. തൃശൂരിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടി കൊലപാതകം മറച്ചുവെച്ചു എന്നത് മാത്രമല്ല, അനീഷ എന്ന യുവതിയും ഭവി എന്ന ചെറുപ്പക്കാരനും ചേർന്നുകൊണ്ട് ചെയ്തിരിക്കുന്നത്. മറിച്ച് നിലവിൽ പുറത്തു വരാത്ത ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിന് പുറകിലുണ്ട്. ഇതിൽ പ്രധാനമായും പറയാനുള്ളത്, സംശയമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്, കൊലപാതകം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ ആ കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടം സൂക്ഷിച്ചത് ആഭിചാരത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ആഭിചാരക്രിയയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നത് എന്നതാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആരോപണം. ഇതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്, അയാൾ എന്തിനാണ് ആ കുഞ്ഞുങ്ങളുടെ, നവജാത ശിശുക്കളുടെ അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നത് തന്നെയാണ് എന്ന് നിലവിൽ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. ആമ്പല്ലൂർ ചേനക്കാല ബവിൻ എന്ന് പറയുന്ന 25 വയസ്സുകാരനും മറ്റത്തൂർ നൂലിവള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷ എന്ന് പറയുന്ന 22 വയസ്സുകാരിയും ചേർന്നുകൊണ്ടാണ് രണ്ട് കുഞ്ഞുങ്ങളെ വിവിധ സമയങ്ങളിലായിട്ട് കൊല ചെയ്തിരിക്കുന്നത്. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കുമെതിരെയാണ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ആദ്യം കുട്ടിയെ കൊലപ്പെടുത്തിയത് 2021-ലാണ്. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നത് 2024-ലും. രണ്ട് കുഞ്ഞുങ്ങളും പ്രസവത്തോടെ മരിച്ചെന്നതായിരുന്നു യുവതി ആദ്യം പുറത്തു നൽകിയിട്ടുള്ള മൊഴി. കുഞ്ഞുങ്ങളുടേത് അസ്വാഭാവിക മരണമാണെന്ന് പോലീസ് തുടക്കത്തിലെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ആ കുഞ്ഞിന്റേത് മാത്രമാണ്, അതായത് ആദ്യ കുഞ്ഞിന്റേത് മാത്രമാണ് സ്വാഭാവിക മരണമെന്ന് പോലീസ് കണ്ടെത്തി. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നതാണ് എന്ന് അമ്മ മൊഴി നൽകേണ്ടിയും വന്നു. എന്നാൽ ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നത് തന്നെയാണ് എന്നുള്ള തരത്തിലേക്കും പ്രതികൾ സമ്മതിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഭവിനും അനീഷയും തമ്മിലുണ്ടായിരുന്ന തർക്കത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു സംഭവം പുറം ലോകം തന്നെ അറിയുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതായത് രണ്ട് സമയങ്ങളിൽ, 2 വർഷങ്ങൾക്കിടയിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ചതിനു ശേഷം കൊന്ന് അതിനെ മറവ് ചെയ്തിട്ടും ഈ വിവരങ്ങൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നതാണ് കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് ആ ഭവൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുട്ടികളുടേതെന്ന് തോന്നുന്ന അസ്ഥികൂടവുമായിട്ട് തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കാമുകിയായ അനീഷ പ്രസവിച്ച കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയെന്നും ആ കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടമാണ് തന്റെ പക്കൽ ഉള്ളത് എന്നൊക്കെയായിരുന്നു ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. കർമ്മങ്ങൾ ചെയ്യാനാണ് താൻ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്നത് എന്നതായിരുന്നു ഭവൻ ആദ്യം പോലീസിനോട് പറഞ്ഞത്. അനീഷ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇതേ തുടർന്ന് ഇരുവരും കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. ഇതിന് പിന്നാലെയാണ് ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ കാമുകിയെ കൊടുക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടം കാണിച്ചുകൊണ്ട്, തെളിവായി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അനീഷ അകലുമോ എന്ന ഭയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട ശേഷം അവരുടെ അസ്ഥി അത് ചടങ്ങുകൾക്ക് വേണ്ടി തനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് യുവതിക്കരികിലേക്ക് എത്തിയത് എന്ന് പിന്നീട് ഇയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. നവജാത ശിശുക്കളെ കൊന്ന കേസിൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. കാരണം ഇവർ നൽകുന്ന മൊഴി അത്രമാത്രം വിശ്വാസയോഗ്യമല്ല. ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നത് എന്തിനാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട്, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഇപ്പോൾ പരിശോധനാ സ്ഥലത്ത് യുവതിയെയും കൊണ്ടെത്തിച്ചിരുന്നു. യുവതി അവിടെ നിന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ഫോറൻസിക് പരിശോധനകൾ അടക്കം നടത്തി വരികയാണ്. പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി വിശദമായ പരിശോധനയാണ് നടത്തേണ്ടത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. പ്രസവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യം പോലീസ് പറയുന്നത്, അനീഷ നേരത്തെ ഒരു ലാബിൽ പ്രവർത്തിച്ച സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ പ്രസവിക്കണം, അത് തന്റെ ശരീരത്തിന് എങ്ങനെ ദോഷം ചെയ്യാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനീഷ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രസവം പുറത്താരും അറിയാതെ കൊണ്ടു നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവരുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രസവം മറച്ചുവെക്കാൻ വേണ്ടി ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുകയായിരുന്നു പതിവ്.
അതേപോലെ തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു സ്വന്തം പ്രസവം എടുത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ അവരുടെ വീട്ടിൽ തന്നെയാണ് ഈ 2 പ്രസവങ്ങളും നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. തനിക്ക് കൂടുതൽ അപകടം വരാത്ത രീതിയിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഈ 2 പ്രസവങ്ങളും യുവതി നടത്തിയതെന്നും പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്, ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ആ ഗർഭം കൊണ്ടു നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഒരു പക്ഷേ നമുക്ക് അതിനെ എതിർത്ത് പറയാൻ പറ്റില്ല, നാട്ടുകാർ അത് ശ്രദ്ധിച്ചു കാണില്ല. പക്ഷേ സ്വന്തം വീട്ടിലുള്ള ആളുകൾ പോലും തൻ്റെ മകൾ ഗർഭിണിയാണ് എന്നത് മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോഴാണ്, അതും 2 തവണ ഗർഭിണിയായിട്ട് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവിടെയും നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആഭിചാരക്രിയകൾ, അതായത് സാമ്പത്തിക ശേഷിക്കും മറ്റ് ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി ആഭിചാരക്രിയകൾ നടത്തുന്ന കാലമാണ് കേരളം ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ആഭിചാരക്രിയയുടെ സാധ്യതകൾ ഉണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ശക്തമായി കൂടുന്നുണ്ട്. പോലീസ് ഈ കാര്യങ്ങളടക്കം വെച്ചുകൊണ്ടായിരിക്കും പരിശോധനകൾ നടത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഇങ്ങനെയൊരു സംശയത്തിലേക്ക് എത്തുന്നത്, ഭവിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നത് പോരാഞ്ഞ് അവരുടെ ആ ശവസംസ്കാരം നടത്താൻ വേണ്ടിയാണ് എന്ന് കൊണ്ട് നടന്ന ആ ഒരു അസ്ഥികൂടത്തിന്റെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ശവസംസ്കാരം നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് അത് ഇത്രയും കാലം ചെയ്തില്ല, അത് സൂക്ഷിച്ചു വെച്ചു എന്നതൊരു ചോദ്യമാണ്. ഇത് ഇവിടെ ഇയാൾ പറയുന്നത് പ്രകാരം യുവതിയെ ഏതെങ്കിലും കാലം ഇത്തരത്തിൽ യുവതി തന്നെ വിട്ടുപോകുകയാണെങ്കിൽ അതിന് എതിരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ടും സ്വന്തം കുഞ്ഞുങ്ങളുടെ, നവജാത ശിശുക്കളുടെ അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് യുവാവ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷെ അതത്ര വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള ആഴത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് നടത്തേണ്ടതുള്ളത്. നിലവിൽ ഒരു കുഞ്ഞിന്റെ അസ്ഥികൂടം തിരിച്ചറിഞ്ഞു, ഒരു കുഞ്ഞിന്റെ അസ്ഥികൂടം കണ്ടെത്തി എന്ന തരത്തിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാകുന്നതും. ഇതിന് ശേഷം 2021 ആദ്യത്തെ കുഞ്ഞും 2024 രണ്ടാമത്തെ കുഞ്ഞും ജനിക്കുന്നു. ആ 2 ആൺകുഞ്ഞുങ്ങളെയും 4 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ കൊലപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ഒരു ആഭിചാരക്രിയയടക്കം ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംശയം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ.